ചിലപ്പോൾ ഓവർ ഹീറ്റോ മറ്റോ ഒക്കെ വന്ന് ഹെഡിന് കംപ്ലയിൻറ്റ് വന്നാൽ ഒരു 30,000 രൂപ മുതൽ മുകളിലോട്ടൊക്കെ ഒരു പക്ഷേ ചിലവ് വന്നു എന്ന് വരാം. പക്ഷേ ഇതിലൊരു വിഷയം വെച്ചാൽ നിങ്ങൾ സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുക്കാൻ പോകുമ്പോൾ ഈ വിഷയം അതിലുണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾക്ക് എങ്ങനെ അറിയാൻ പറ്റും? എടുക്കാൻ താല്പര്യപ്പെട്ടിരിക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ 5 കാര്യങ്ങൾ, അതായത് ഹായ്, ഞാൻ സബിൻ സലീം, വാഹനപ്രേമികളുടെ സ്വന്തം ചാനലായ കേരള മെക്കാനിക്കലിലേർക്കും സ്വാഗതം. നമ്മളെ കൂടെ ഉള്ളത് ഒരു വെർണയാണ്. വെർണ ഫ്ലൂയിഡിക്ക് 1600 ക്യൂബിക് കപ്പാസിറ്റി വരുന്ന 126 bhp വരുന്ന 260 Nm ടോർക്ക് വരുന്ന ഒരു എഞ്ചിൻ വരുന്ന വെർണ. അപ്പോൾ ഈ ഒരു വെർണയുടെ EGR, ഇൻ്റർകൂളർ, മാപ്പ് സെൻസർ, എയർ ഫ്ലോ സെൻസർ, അത് കണക്ക് തന്നെ ഇല്ലറ്റ് മാനിഫോൾഡ്, ടർബോ, അത്തരം ഭാഗങ്ങളും അത് കണക്ക് തന്നെ സസ്പെൻഷൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ റിപ്പയർ ചെയ്യാനായിട്ട് കൊണ്ടുവന്ന ഒരു വാഹനമാണ്. ഈ വർക്കൊക്കെ ഏത് സാഹചര്യത്തിൽ ചെയ്യേണ്ടി വരും എന്നുള്ളത് നോക്കാം. പക്ഷേ ഇതൊന്നും പറയാനല്ല ഞാൻ വന്നത്. കാര്യം വെച്ചാൽ വെർണ പോലുള്ളൊരു വാഹനം, ഇപ്പോൾ സെഡാൻ എന്നൊരു സെഗ്മെൻറ്റിൽ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു വാഹനമാണ് തീർച്ചയായിട്ടും വെർണ ഈ ഒരു ഫ്ലൂയിഡിക് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ ഒരു വാഹനം എടുക്കാൻ താല്പര്യപ്പെട്ടിരിക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ 5 കാര്യങ്ങൾ, അതായത് എൻജിൻ റിലേറ്റഡായിട്ട് വരാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ സ്ഥിരമായിട്ട് നമുക്ക് കണ്ടുവരുന്ന പ്രശ്നങ്ങൾ 5 കാര്യങ്ങൾ പറഞ്ഞുതരാം. ഈ 5 കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ വെച്ചോ. നിങ്ങളെടുക്കുന്ന വാഹനങ്ങളിൽ സ്വാഭാവികമായിട്ടും അതല്ലെങ്കിൽ സർവീസിൻ്റെ പ്രശ്നം കൊണ്ടും ഈ 5 കാര്യങ്ങൾ ഉറപ്പായിട്ടും ഏതെങ്കിലും 1-2 നിങ്ങൾക്ക് വന്നു എന്ന് വരാം. അപ്പോൾ 5 കാര്യങ്ങളിലേക്ക് നമുക്ക് കടക്കാം. ഈ വാഹനങ്ങളിൽ പ്രധാനമായിട്ട് എടുത്തു പറയാനുള്ള കാര്യം ക്ലച്ചിൻ്റെ കാര്യമാണ്. ക്ലച്ചിൻ്റെ കാര്യം വെച്ചാൽ ഉപയോഗക്കുറവുള്ള വാഹനങ്ങൾ, ഡീസൽ ആയിക്കോട്ടെ പെട്രോൾ ആയിക്കോട്ടെ, ഉപയോഗക്കുറവുള്ള വാഹനങ്ങളിൽ ഈ ഒരു ക്ലച്ച് ഹാർഡായി പോകാറുണ്ട്. അതായത് ഇതിൻ്റെ സ്ലീവ് സിലിണ്ടർ ടൈറ്റായിട്ട് പോകാറുണ്ട്. പെഡലൊക്കെ ചവിട്ടിയാണെങ്കിൽ കട്ടിയായിട്ടിരിക്കും, എത്ര ചവിട്ടിയാലും താഴത്തില്ല. ഇപ്പോൾ ഉപയോഗക്കുറവുള്ള വാഹനം അല്ലാന്നുണ്ടെങ്കിൽ ചില സാഹചര്യങ്ങൾ, ഇപ്പം വണ്ടി നല്ല രീതിയിൽ ഓടി നിൽക്കുന്നൊരു സാഹചര്യം, ഇപ്പോൾ നിങ്ങൾ ഇത്തിരി ലോങ് പോകുന്ന ഇത്തിരി ഓടി നിൽക്കുന്ന സാഹചര്യങ്ങളിൽ ഇത്തിരി പഴക്കം ചെന്ന് കഴിയുമ്പോഴത്തേക്ക്, ഈ പറയുന്നതൊന്നും പുത്തൻ വണ്ടി എടുക്കുമ്പോഴുള്ള കേസൊട്ടൊന്നുമല്ല, ഇത്തരത്തിലൊരു സെക്കൻഡ് ഹാൻഡ് വണ്ടിയൊക്കെ എടുത്ത് കഴിയുമ്പം ഒരു പക്ഷേ നിങ്ങൾക്ക് വരാൻ കംപ്ലയിൻറ്റ് ചാൻസ് കൂടുതലുള്ളൊരു സാധനമാണ് ഞാൻ ഈ പറയുന്നത്. ക്ലച്ചിന് ഹാർഡ്നെസ് കാണിക്കും, ചവിട്ടിയാൽ താഴത്തില്ല, ഗിയർ മാറാൻ പറ്റത്തില്ല. പക്ഷേ വണ്ടി കുറച്ചൊരു ഒതുക്കിയിട്ടും തണുത്ത് കഴിയുമ്പോഴത്തേക്ക് ക്ലച്ച് പഴയ കണ്ടീഷനിലാകും, ഗിയർ ഇടാനൊക്കെ പറ്റും. അങ്ങനെ വരുന്നൊരു സാഹചര്യം വരികയാണെങ്കിൽ ഇതിൻ്റെ മാസ്റ്റർ സിലിണ്ടറും സ്ലീവ് സിലിണ്ടറും, അതായത് ഈ ഒരു വാഹനത്തിൻ്റെ ക്ലച്ചിൻ്റെ സ്ലീവ് സിലിണ്ടറും മാസ്റ്റർ സിലിണ്ടറും കയ്യോടെ അങ്ങോട്ട് മാറിയേക്കണം. പക്ഷേ ഇതിലൊരു വിഷയം വെച്ചാൽ നിങ്ങൾ സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുക്കാൻ പോകുമ്പോൾ ഈ വിഷയം അതിലുണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾക്ക് എങ്ങനെ അറിയാൻ പറ്റും? വണ്ടിയുടെ ഓണറിനെ തന്നെ നേരിട്ട് നിങ്ങൾ വാങ്ങാൻ പോകുന്ന ഒരു സാഹചര്യമാണെങ്കിൽ നിർബന്ധമായും ഈ വണ്ടിക്ക് ക്ലച്ച് ടൈറ്റ് കാണിക്കുന്നുണ്ടോ എന്നുള്ളത് ചോദിക്കണം. അതുപോലെ തന്നെ കുറച്ച് ദൂരം, ഏകദേശം ഒരു 5-6 കിലോമീറ്ററെങ്കിലും മിനിമം വണ്ടി ഇത്തിരി ഒന്ന് നല്ല രീതിയിലൊന്ന് ഓടിച്ച് നോക്കണം. ഏതെങ്കിലും രീതിയിൽ നമ്മളിപ്പോൾ എടുക്കുമ്പോഴുള്ള ക്ലച്ചിൻ്റെ ടൈറ്റ് അല്ലാതെ ഒരല്പം കൂടി ചിലപ്പം കൂടുതൽ സ്വാഭാവികമായി കാണിച്ചു വരാം. അതിൽ കൂടുതൽ ടൈറ്റ് വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ക്ലച്ചിൻ്റെ പ്രശ്നം ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. എന്നും പറഞ്ഞ് വണ്ടി വേണ്ട എന്നും പറഞ്ഞ് അവിടെ ഇട്ടിട്ടും പോവുക എന്നുള്ളതല്ല. വണ്ടിയിൽ മറ്റു കാര്യങ്ങളിലൊക്കെ ക്വാളിറ്റി ഉണ്ട്, ഓക്കെയാണ്, എഞ്ചിൻ സൈഡ് മറ്റു കാര്യങ്ങളൊക്കെ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ക്ലച്ചിൻ്റെ കാര്യം പറഞ്ഞ് വണ്ടി എടുക്കാൻ പറ്റും. എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു ധാരണ തരാം. എനിക്ക് തോന്നുന്നു വെച്ചാൽ ഒരു പക്ഷേ അപ്പം അവർ സ്ഥിരമായിട്ട് ഈ ക്ലച്ച് ഹാർഡായി അങ്ങനെയായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ഓടിച്ചുകൊണ്ടിരുന്നതാണെങ്കിൽ ക്ലച്ചിൻ്റെ പ്രഷർ പ്ലേറ്റിനെയും ഡിസ്കിനെയൊക്കെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ, അതായത് അധിക നാളത് ഈ ഒരു കണ്ടീഷനിൽ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾക്കെല്ലാം കൂടി ഏകദേശം ഒരു 16,000 മുതൽ 20,000 രൂപയുടെ അകത്ത് വരെ ചിലവ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പം അതിനനുസരിച്ച് സംസാരിച്ച് വണ്ടി എടുക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതേ ഉള്ളൂ. സ്ലീവ് സിലിണ്ടറും മാസ്റ്റർ സിലിണ്ടറും കൂടെ മാറേണ്ടി വരും. അതിൻ്റെ കൂട്ടത്തിൽ ക്ലച്ച് സെറ്റ്, റിലീസ് ബെയറിങ്, ഇത്രയും സാധനങ്ങൾ. ഓക്കെ. രണ്ടാമത്തെ കാര്യം, പ്രധാനമായിട്ടും ഹുണ്ടായുടെ വാഹനങ്ങൾക്ക് പൊതുവേ കണ്ടുവരുന്നൊരു കേസ് എന്ന് പറഞ്ഞാൽ ഓയിലും കൂളൻ്റും കൂടെ മിക്സ് ആവുക എന്നുള്ളത്. ഇത്തിരി അടുത്തോട്ട് ഈ വണ്ടിയിൽ അങ്ങനത്തെ വിഷയമൊന്നുമില്ല, എന്നാലും ജസ്റ്റ് ചുമ്മാ ഒന്ന് കാണിച്ചിട്ട് നമ്മൾ ഈ ഒരു റേഡിയേറ്ററിൻ്റെ ഒരു ക്യാപ്പൊക്കെ അങ്ങോട്ട് ഊരി നോക്കുമ്പോഴത്തേക്ക് ഉള്ളിൽ കൂളൻ്റെ കൂടെ ഓയിലൊക്കെ മിക്സായിട്ട് കിടക്കുന്നതായിട്ട് തോന്നിയാൽ ഉറപ്പിച്ചോ ഈ ഒരു വാഹനത്തിൻ്റെ ഓയിൽ കൂളർ ഈ ഒരു ഐറ്റം കംപ്ലൈൻ്റ് ആണ് എന്നുള്ളത്. കാരണം എന്ന് വെച്ചാൽ പൊതുവേ ഹ്യുണ്ടായുടെ ഇത്തരം വാഹനങ്ങളിൽ കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് ഓയിൽ കൂളർ ഡാമേജ് ആവുക എന്നുള്ളത്. ഓയിൽ കൂളറൊക്കെ മാറ്റി അതിൻ്റെ പൈപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി അല്ലെങ്കിൽ ക്ലീൻ ചെയ്ത് റേഡിയേറ്ററിളക്കി ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി സെറ്റാക്കിയാൽ ഈ ഒരു പ്രശ്നം മാറിക്കിട്ടും. എന്നാൽ നമ്മൾ എടുക്കാൻ പോകുന്ന വണ്ടിയിൽ നമ്മൾ ചെക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഓയിലിൻ്റെ അംശമോ മറ്റോ ഒക്കെ നമുക്ക് ഫീൽ ചെയ്താൽ ശ്രദ്ധിക്കുക. ഫീൽ ചെയ്താൽ കൃത്യമായിട്ട് വണ്ടി ആരെയും നിന്നാണോ വാങ്ങുന്ന പുള്ളിക്കാരനോട് ചോദിക്കുക, ഓയിലും കൂളൻ്റും മിക്സ് ആവുന്നൊരു വിഷയമായിട്ട് തോന്നുന്നുണ്ട്, ഇങ്ങനെ നിങ്ങൾക്ക് എത്ര നാളായിട്ട് പ്രശ്നം കാണിക്കുന്നുണ്ട്, അതല്ലെങ്കിൽ ഇതിങ്ങനെ നിങ്ങളിട്ട് ഒരുപാട് നാൾ ഉപയോഗിച്ചോ എന്നുള്ളത് വ്യക്തമായിട്ട് ചോദിക്കുക. കാര്യം വെച്ചാൽ ഓയിലും കൂളൻ്റും കൂടെ മിക്സ് ആയതിന് ശേഷം ഇത് ശ്രദ്ധിക്കായിട്ട് ഓടിയാൽ ഇത് ഓവർ ഹീറ്റ് ആകാനും എൻജിൻ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യത വളരെ വളരെ വളരെയധികം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം വിഷയങ്ങൾ നിങ്ങൾ ചെക്ക് ചെയ്യുമ്പോൾ കണ്ടാൽ അത് കൃത്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് തന്നെ എടുക്കാവുള്ളൂ. ഇല്ലയെന്നുണ്ടെങ്കിൽ
പ്രശ്നമെന്ന് വെച്ചാൽ നിങ്ങൾ എടുക്കും, ഈ പണിയെല്ലാം കഴിഞ്ഞിട്ട് പിന്നെയും ഓവർ ഹീറ്റോ മറ്റോ കാണിക്കും, വീണ്ടും നിങ്ങൾക്ക് വലിയ രീതിയിലുള്ള സാമ്പത്തിക ചിലവ് വരും. ചിലപ്പോൾ ഓവർ ഹീറ്റോ മറ്റോ ഒക്കെ വന്ന് ഹെഡിന് കംപ്ലയിൻറ്റ് വന്നാൽ ഒരു 30,000 രൂപ മുതൽ മുകളിലോട്ടൊക്കെ ഒരു പക്ഷേ ചിലവ് വന്നു എന്ന് വരാം. എന്നാൽ ഈ ഒരു ഓയിൽ കൂളറിൻ്റെ മാത്രം വിഷയമാണ് എന്ന് നിങ്ങൾക്ക് ഉറപ്പിക്കാൻ കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവരിപ്പം റീസെൻ്റ്ലി കണ്ടതാണ് അല്ലെങ്കിൽ എനിക്കിപ്പം കണ്ടതേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ നമുക്ക് ധൈര്യമായിട്ട് എടുക്കാം. ഓയിൽ കൂളർ മാറി മറ്റ് ഭാഗങ്ങളും എല്ലാം കൂടി ചെയ്ത് വരുമ്പോഴത്തേക്ക് ഏകദേശം സാധാരണഗതിയിൽ ഏകദേശം ഒരു 10 മുതൽ 12 രൂപയുടെ അകത്ത് വരെയൊക്കെ വരാറുണ്ട്. അതായത് 1-2 പ്രാവശ്യമൊക്കെ റേഡിയേറ്ററൊക്കെ ഫ്ലഷ് ചെയ്യേണ്ടി വരും, ചിലപ്പോൾ ഹോസുകൾ മറ്റും മാറേണ്ടി വരും, ഓയിൽ കൂളർ മാറേണ്ടി വരും. അത് ഓരോ വാഹനത്തിനെയും അതിൻ്റെ ഒരു പ്രശ്നം എത്രത്തോളം ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും ഒരു സാമ്പത്തിക ചെലവ് വരുന്നത്. മൂന്നാമത്തെ പ്രശ്നം അത് ഓടിപ്പഴകുമ്പം വരുന്ന പ്രശ്നമാണ്. അപ്പം നിങ്ങൾ ഇപ്പോൾ നമ്മളെ സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുക്കുമ്പോഴത്തേക്ക് എന്തായാലും ഓടിയ വണ്ടികളായിരിക്കും മിക്കതും. ഒരു 60,000, 70,000 അല്ലെങ്കിൽ 80,000 കിലോമീറ്റർ കഴിയുമ്പോഴത്തേക്ക് അത് ഓരോരുത്തരും വാഹനം ഏത് രീതിയിൽ കൈകാര്യം ചെയ്യുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും ഈ കിലോമീറ്ററിൻ്റെ ഒരു ലെങ്ത്. അതായത് ചില വണ്ടിക്ക് 50,000 കാണിച്ചെന്ന് വരാം, ചില വണ്ടിക്ക് 70,000 കാണിച്ചു, ചിലതിന് 1,00,000 കാണിച്ചെന്ന് വരുന്നത്. അതുകൊണ്ട് തന്നെ അത് ഇത്ര കിലോമീറ്റർ വരുമെന്ന് ഉറപ്പുവരാൻ പറ്റത്തില്ല. എന്നാലും ഒരു 60,000-70,000 കിലോമീറ്റർ കഴിയുമ്പോൾ മിനിമം കഴിയുമ്പോഴത്തേക്ക് ഒരു പക്ഷേ കാണിക്കാൻ സാധ്യതയുള്ളൊരു സംഭവമാണ് ഓയിൽ ലീക്ക്. ഓയിൽ ലീക്ക് വരാൻ സാധ്യതയുള്ള ഭാഗങ്ങൾ എന്ന് പറഞ്ഞാൽ കൂടുതൽ ഇതിൻ്റെ വാൾ ഡോറ്, ടൈമിംഗ് കവറിൻ്റെ ഭാഗം, ക്രാങ്ക് കേസ്, അതല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഏതെങ്കിലും ഓയിൽ സീൽ എന്ന് പറയുമ്പോഴത്തേക്ക് മിക്കവാറും ക്രാങ്കിൻ്റെ വലിയ ഓയിൽ സീൽ, അതായത് നമ്മൾ ക്ലച്ചിൻ്റെ ഭാഗം വരുന്ന ആ ഒരു ഫ്ലൈ വീൽ വരുന്ന ഭാഗത്തുള്ള ഓയിൽ സീലായിരിക്കും സാധ്യത കൂടുതൽ. പക്ഷേ കോമൺലി കണ്ടുവരുന്നത് വെച്ചാൽ വാൾ ഡോറിൻ്റെ കേസ് കിട്ടും, അതുപോലെ തന്നെ ഈ ഒരു വാഹനത്തിൻ്റെ ടൈമിംഗ് കവറിൻ്റെ കേസ് കിട്ടുമായിരിക്കും കൂടുതലായിട്ട് കണ്ടുവരുന്നത്. അപ്പം ഇതിൽ വരുന്നൊരു വിഷയമെന്ന് വെച്ചാൽ ഒന്ന് അടുത്തോട്ട് വന്ന് തന്നെ ഇപ്പോൾ നമുക്ക് വാൾഡോറൊക്കെ എന്ന് പറഞ്ഞാൽ ചീപ്പായിട്ട് ചെയ്യാവുന്നൊരു കേസ് ഇട്ടാണ്. വാൾഡോറിൻ്റെ പാക്കിങ് കാര്യങ്ങളൊക്കെ കംപ്ലയിൻ്റ് ആയാൽ നമുക്ക് മാറുക എന്നുള്ളത് വളരെ ചീപ്പായിട്ടൊരു കേസ് ഇട്ടാണ്. പക്ഷേ ഇതിൽ വരുന്നൊരു കേസ് ഇട്ടെന്ന് പറഞ്ഞാൽ ഈ ഒരു വാൾഡോർ ഇളക്കണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇഞ്ചക്ടർ 1, 2, 3, 4 ഈ 4 ഇഞ്ചക്ടറും ഇളക്കിയെടുത്താൽ മാത്രമേ നമുക്ക് ഈ ഒരു വാൾഡോർ ഇളക്കിയെടുക്കാൻ പറ്റുള്ളൂ. അല്ലാത്ത പക്ഷം ഇതിൻ്റെ പാക്കിങ് കാര്യങ്ങളും മാറി നമുക്കിത് ക്ലിയർ ചെയ്ത് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഇതിൽ അതിനെന്താ ഇഞ്ചക്ടർ 4 ഇളക്കിയാൽ മതിയല്ലോ എന്നൊരു തോന്നൽ വരികയാണെങ്കിൽ ശ്രദ്ധിച്ചോ, ഈ ഒരു ഇഞ്ചക്ടറിൻ്റെ ഈ കാണുന്ന ഭാഗം മാത്രമല്ല നല്ലൊരു മറ്റൊരു ഭാഗം, അതായത് ഇത്രയും നീളത്തിൽ ബാക്കിയുള്ള ഭാഗം ഹെഡിൻ്റെ ഭാഗത്തേക്ക് അല്ലെങ്കിൽ ഹെഡിൻ്റെ ഉൾഭാഗത്തേക്ക് പോയിരിക്കുകയാണ്. അത് സിലിണ്ടർ വരെ എത്തി നിൽക്കുന്നൊരു ഭാഗമാണ്. ഈ ഒരു എൻജിൻ ചൂടായും തണുത്തും വരുന്നൊരു സാഹചര്യത്തിൽ ഇതിൻ്റെ ഉള്ളിൽ സ്വാഭാവികമായിട്ടും കാർബൺ ഉണ്ടാകാൻ, അതായത് ഈ ഒരു ഇഞ്ചക്ടർ ഫിറ്റ് ചെയ്തതിൻ്റെ ഇടയിലൊക്കെ കാർബണും അഴുക്കും കാര്യങ്ങളൊക്കെ അടിഞ്ഞുകൂടാനും, അതുപോലെ തന്നെ ഈ ഒരു ചൂടായും തണുത്തും വരുന്ന സാഹചര്യത്തിൽ ഇഞ്ചക്ടറിൻ്റെ ബോഡിയും അത് കണക്കിന് ഹെഡും തമ്മിൽ ജാം ആവാനുള്ള സാധ്യതയുണ്ട്. നമുക്കിത് ഇളക്കിയെടുക്കണമെങ്കിൽ സിമ്പിളായിട്ട് ഊരി വന്നാൽ, അതായത് വലിയ സ്ട്രെയിനൊന്നും കൊടുക്കാതെ സിമ്പിളായിട്ട് ഊരി വന്നാൽ ഓക്കെ, നമ്മൾ രക്ഷപ്പെട്ടു. അതേസമയം നമുക്ക് പുള്ളറിടുകയോ അല്ലെങ്കിൽ ഇമ്പാക്റ്റ് കൊടുക്കുകയോ ചെയ്യേണ്ടി വന്നാൽ ഒരു ഇഞ്ചക്ടറിന് മുകൾ സർവീസിന് 900 രൂപ മുതൽ ഒരു പക്ഷേ റീപ്ലേസ് ചെയ്യേണ്ട സാഹചര്യം വരെ, ചിലപ്പോൾ ഒരു 10,000, 15,000, 17,000 രൂപ വരെയൊക്കെ ഒരു ഇഞ്ചക്ടറിന് മുകളിൽ നമുക്ക് ചിലവാക്കേണ്ടി വരും. അങ്ങനൊരു കേസ് ഇട്ട് വലിയൊരു തലവേദനയാണ് ഈ ഒരു വാഹനത്തിനെ സംബന്ധിച്ച്. ഈ ഒരു വാൾഡോറിൻ്റെ ഭാഗത്ത് നിന്ന് ലീക്ക് കാണിക്കുകയാണെങ്കിൽ ഇത് കണക്കൊക്കെ ലീക്ക് വന്നു ഒലിച്ചിറങ്ങുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ വാൾഡോറിൻ്റെ പാക്കിങ് മാറണമെന്ന് വിചാരിച്ചാൽ ഇഞ്ചക്ടർ ഏതെങ്കിലും സാഹചര്യത്തിൽ ഫ്രീ ആയിട്ട് ഇളകി വരത്തില്ല എന്നുണ്ടെങ്കിൽ ഇഞ്ചക്ടറിനും കൂടെ കാശ് നമ്മൾ ചിലവാക്കേണ്ടി വരും. ഇനി പറയാൻ പോകുന്ന 2 കാര്യങ്ങൾ, 4-മത്തെയും 5-മത്തെയും കാര്യങ്ങൾ വരുന്നത് പൊതുവേ വണ്ടി റഫ് യൂസ് ചെയ്യുക അല്ലെങ്കിൽ റഫായിട്ട് ഡ്രൈവ് ചെയ്യുക, അതല്ലാന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് സർവീസ് ചെയ്യാതിരിക്കുക, കൃത്യമായിട്ട് ഓയിലും മറ്റുമൊക്കെ മാറി ഉപയോഗിക്കാതിരിക്കുക എന്ന് ചെയ്യുന്ന ആൾക്കാർക്കാണ് കൂടുതലായിട്ട് കണ്ടുവരുന്നൊരു സംഭവം. അപ്പോൾ നിങ്ങൾ ഇത്തരം റഫ് യൂസോ അല്ലെങ്കിൽ റഫ് ഡ്രൈവോ അതല്ലെങ്കിൽ വണ്ടി കൃത്യമായിട്ട് സർവീസ് ചെയ്യാതിരിക്കുന്നൊരു വാഹനമാണ് കഷ്ടകാലത്തിന് പോയി നോക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന 2 കാര്യങ്ങൾ ഉണ്ടോ എന്നുള്ളത് നോക്കുക. അപ്പോൾ നമുക്ക് 4-മത്തെ കാര്യം നോക്കാം. ചിലപ്പോൾ ഒരു 50,000, 60,000, ചിലപ്പോൾ 60,000, 70,000 കിലോമീറ്ററൊക്കെ ആകുമ്പോഴത്തേക്ക് കാണിക്കുന്നൊരു വിഷയമാണ് നോയ്സ്. അതായത് എന്തോ കിടന്ന് ഉരയുന്നത് പോലെയോ അല്ലെങ്കിൽ ചിലമ്പുന്ന പോലെയോ കിരിക്കിരി സൗണ്ടോ അല്ലെങ്കിൽ ക്ലിക്ക് ഒരുമാതിരി ചിലമ്പുന്ന പോലെയോ ശബ്ദം വരുന്നൊരു കേസ് കെട്ട്. അത് കൂടുതലും കേൾക്കുന്നത് ടൈമിംഗ് ചെയിൻ്റെ സൈഡിൽ നിന്നായിരിക്കും. ഇതിന് പല രീതിയിലുള്ള റീസൺസ് ഉണ്ട്. അതായത് നമ്മൾ റഫ്യൂസ് ചെയ്യാൻ മറ്റു രീതിയിലൊക്കെ വരുമ്പോഴത്തേക്ക് അതിൻ്റെ ടൈമിങ്ങിൻ്റെ ചെയിൻ വരുന്ന പ്രശ്നങ്ങൾ, ഇതിന് പ്രധാനമായിട്ട് 2 ടൈമിംഗ് ചെയിനാണ് വരുന്നത്. ആ ഒരു ടൈമിംഗ് ചെയിനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങളോ അതല്ലെങ്കിൽ ടൈമിംഗ് ചെയിൻ്റെ ഗൈഡുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങളോ അതല്ലെങ്കിൽ ടൈമിംഗ് ചെയിൻ്റെ ടെൻഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങളോ കൊണ്ടൊക്കെ ഈ ഒരു ശബ്ദം കേൾക്കും. പിന്നൊരു കേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ റഫ്യൂസ് ചെയ്യുക അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പ്രോപ്പർ സർവീസ് അല്ലാതെ വരിക എന്ന് വരുമ്പോഴത്തേക്കൊക്കെ ഓയിൽ സ്ലെഡ്ജ് ഫോം ആകാനുള്ള സാധ്യത സാധാരണഗതിയിൽ വരണയിലൊക്കെ ഒരിത്തിരി കൂടുതലാണ്. അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ ഹെഡിലോട്ടുള്ള ഓയിലിൻ്റെ ഫ്ലോയെ സാരമായ രീതിയിൽ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. ഇത്തരത്തിലുള്ള വർക്കുകൾ നമുക്ക് കിട്ടിയിട്ടുള്ളതെന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ഈ പറഞ്ഞ പോലെ കൃത്യമായിട്ട് ഹെഡിലേക്ക് ഓയിൽ വരാതിരിക്കാനും ഓയിലിൻ്റെ ഹൈഡ്രോളിക് ടാപ്പറ്റുകൾ പ്രോപ്പറായിട്ട് വർക്ക് ആവാതിരിക്കാനും അതുപോലെ തന്നെ ടൈമിംഗ് ചെയിൻ്റെ സൈഡിലൊക്കെ ശബ്ദം കൂടുതൽ വരാനുള്ള സാധ്യത വളരെയധികം കൂട്ടും.
നാലാമത്തെ കേസെന്ന് പറഞ്ഞാൽ ഹെഡിന് വരെ സാരമായ കംപ്ലയിൻറ്റ് ഉണ്ടാക്കാൻ സാധ്യതയുള്ളൊരു സംഭവമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇത്തരത്തിൽ ശബ്ദം ഒരു പരിധി കൂടുതൽ ശബ്ദം ഉരച്ചിൽ സൗണ്ടോ മറ്റോ ഒക്കെ ടൈമിംഗ് സൈഡിൽ നിന്ന് കേൾക്കുന്നുണ്ടെങ്കിൽ വണ്ടി ഒന്നെങ്കിൽ വേണ്ട എന്ന് വെക്കുക. അതല്ല എന്നുണ്ടെങ്കിൽ അതായത് സ്മോക്കോ മറ്റ് വിഷയങ്ങളൊന്നും കാണിക്കുന്നതിൽ ഉരച്ചിൽ സൗണ്ട് മാത്രമേ ഉള്ളൂ. കാല് കൊടുക്കുമ്പം മാറ്റമുണ്ട്, അതായത് ഉരച്ചിൽ സൗണ്ട് കൂടുന്നില്ല, ഒരിത്തിരി മാറ്റമുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ മാത്രം എടുത്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ എടുക്കുന്നത് റിസ്ക്കാണ്. എടുക്കേണ്ടതെന്ന് ഞാൻ പറയുന്നില്ല, എടുക്കുന്നത് റിസ്ക്കാണ്. അത്തരത്തിലുള്ള വാഹനങ്ങൾ എടുക്കുമ്പോഴത്തേക്കും ഒരു പക്ഷേ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ മുൻകൂട്ടി കണ്ട് വേണം എടുക്കാനായിട്ട്. അപ്പം ഈ നാലാമത്തെ കാര്യം പ്രധാനമായിട്ടും ഓർത്തു വെച്ചോ. എഞ്ചിൻ സൈഡിൽ നിന്ന് വരുന്ന അഞ്ചാമത്തെ ഒരു പ്രശ്നമാണ് സ്മോക്കിൻ്റെ ഇഷ്യൂ. അത് നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ റഫ് യൂസ്, റഫ് ഡ്രൈവ്, പ്രോപ്പർ സർവീസ് അല്ലാത്ത കേസുകളൊക്കെ വരുമ്പോഴത്തേക്ക് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ വരാം. അതുപോലെ പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 50, 60, 70 കിലോമീറ്ററിനകത്തൊക്കെ അത് എല്ലാ വണ്ടിക്കും ഈ പറയുന്ന സെയിം കിലോമീറ്ററിൽ വരണമെന്നില്ല. കാരണം എന്ന് വെച്ചാൽ ഈ പറയുന്ന കണക്ക് എത്രത്തോളം റഫ് യൂസ് ചെയ്യുന്നു, എത്രത്തോളം കാലം എടുത്ത് ഉപയോഗിക്കുന്നു, ഏത് രീതിയിൽ സർവീസ് ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും അത് എത്ര കിലോമീറ്ററിൽ കാണിക്കും എന്നുള്ളത്. സാധാരണഗതിയിൽ ഒരു 1-1:20 കഴിയുമ്പോഴത്തേക്ക് വരണമെങ്കിൽ പൊതുവേ സ്മോക്കിൻ്റെ ഇഷ്യൂ ഒക്കെ വന്ന് തുടങ്ങാറുണ്ട്. ഇത് ഇഞ്ചക്ടറിൻ്റെ പ്രശ്നം കൊണ്ടുവരാം, ടർബോയുടെ പ്രശ്നം കൊണ്ടുവരാം. ടർബോയുടെ പ്രശ്നം വരുമ്പോഴത്തേക്ക് ഇപ്പം നമ്മൾ ചെയ്യുന്ന കണക്ക് തന്നെ എല്ലാ ഒരു 30,000 കിലോമീറ്ററിലും EGR ഇന്റർകൂളറുകളെ ക്ലീൻ ചെയ്യാനൊക്കെ ശ്രദ്ധിക്കുക. അതിനൊക്കെ കൃത്യമായിട്ട് ഓയിൽ മാറാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ പ്രോപ്പറായിട്ട് എയർ ഫിൽറ്റർ മറ്റ് കാര്യങ്ങളൊക്കെ മാറാനായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പോൾ ഈ ഒരു വാഹനത്തിലൂടെ നോക്കുകയാണെങ്കിൽ ടർബോ എല്ലാം സർവീസ് ചെയ്ത് കേട്ടിട്ടുണ്ട്. ടർബോ നല്ല ലീക്ക് ഉണ്ടായിരുന്നു. അപ്പം കിറ്റ് കംപ്ലൈൻ്റ് ആയിരുന്നു. നമ്മൾ കിറ്റും കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഇല്ലറ്റ് മാനിഫോൾഡൊക്കെ നമ്മൾ ഇളക്കി വെച്ചിട്ടുണ്ട്. ഇല്ലറ്റ് മാനിഫോൾഡ് കരികേറിയ അടവല്ല, നിങ്ങൾ ഈ കാണുന്ന കണക്ക് ഓയിലിൻ്റെ പ്രശ്നമാണ് കാണിക്കുന്നത്. ഈ ഒരു ഭാഗത്തോട്ടൊക്കെ നോക്കിയാൽ ഇത് EGRൻ്റെ കൂളിംഗ് സെക്ഷനാണ്. അപ്പോൾ ഈ ഒരു ഭാഗത്തോട്ടൊക്കെ ഓയിലിൽ അടിച്ചിട്ടുണ്ട്. അതായത് ഇവിടുന്ന് ലീക്കായി വന്ന ഓയിലാണ്. ഈ ഒരു ഭാഗം കണ്ട ഇങ്ങനെ ലീക്കായി വന്ന ഓയിലാണ്. ഇനി ഇതെല്ലാം ക്ലീൻ ചെയ്യാനുണ്ട്, ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിൽ നമ്മളെ വാഹനത്തിൻ്റെ ടർബോയും EGR ഇൻ്റർകൂളറും അത്തരം ഭാഗങ്ങളൊക്കെ ടർബോ എപ്പോഴും സർവീസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ പറയുമ്പോൾ ടർബോ എന്ന് കൂടി പറയുന്നേ ഉള്ളൂ. ടർബോ, EGR ഇൻ്റർകൂളർ, മാപ്സൺ സെൻസർ പോലുള്ള ഭാഗങ്ങൾ എല്ലാം 30,000 കിലോമീറ്ററിലും ചെക്ക് ചെയ്യാനും കൃത്യമായിട്ട് അത് ക്ലീൻ ചെയ്ത് സെറ്റ് ചെയ്യാനും പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചേക്കുക. 30,000 കിലോമീറ്റർ എന്നൊക്കെ പറയുമ്പം സാധാരണ ആൾക്കാർക്കൊക്കെ ഒരു പക്ഷേ ഒരു 3 വർഷം 2.5 വർഷമൊക്കെ എടുക്കുമ്പം വരുന്ന സംഭവമാണ്. ഇപ്പോൾ EGR ഇൻ്റർകൂളറൊക്കെ ക്ലീൻ ചെയ്ത് വെക്കാനായിട്ട് വലിയൊരു എമൗണ്ടൊന്നും ചിലവാകത്തില്ല. ഏകദേശം ഒരു 10 രൂപയുടെ അകത്ത് വില വരുന്ന ചിലവ് മാത്രമേ വരുള്ളൂ. പിന്നെ ടർബോയ്ക്കൊക്കെ സർവീസ് വരുന്നതിനനുസരിച്ച് അതിൻ്റെ റേറ്റിന് വ്യത്യാസം വരാം. അമിതമായിട്ട് സ്മോക്കോ കാര്യങ്ങളോ അല്ലെങ്കിൽ കൂടുതലായിട്ട് കാല് കൊടുത്ത് ഓടുമ്പോഴത്തേക്ക് പുക ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ബാക്കിലൊക്കെ കരി പടർന്നു പിടിക്കുക എന്നുള്ള സെറ്റപ്പിലാണ് നിങ്ങൾ നോക്കുന്ന വാഹനത്തിൽ കാണുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ വാഹനം പരമാവധി വേണ്ട എന്ന് വെക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. അതല്ലാന്നുണ്ടെങ്കിൽ ആ വിഷയങ്ങൾ നന്നാക്കിയതിന് ശേഷം നിങ്ങൾ ഓടിച്ചു നോക്കി നിങ്ങൾക്ക് പുകയെല്ലാം മാറിയെന്ന് ഉറപ്പായതിന് ശേഷം മാത്രം എടുക്കുക. എഞ്ചിൻ്റെ കംപ്ലയിൻറ്റ് കൊണ്ടുവരാം, ഈ EGR ഇൻ്റർകൂളർ അതിനൊക്കെ ടർബോയുടെ പ്രശ്നങ്ങൾ കൊണ്ടുവരാം, പ്രോപ്പർ സർവീസ് അല്ലാതെ വരുമ്പം ഓയിലിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ടുവരാം, അതുപോലെ തന്നെ വണ്ടിയുടെ ഇഞ്ചക്ടറിൻ്റെ പ്രശ്നം കൊണ്ട് അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് വരാം. അതുകൊണ്ട് തന്നെ റിസ്ക് എടുക്കാൻ നിൽക്കണ്ട എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. നമ്മളൊരു സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുക്കാൻ പോകുന്ന സാഹചര്യത്തിൽ നമ്മൾ കയ്യിരിക്കുന്ന വണ്ടി കംപ്ലയിൻറ്റ് കാണിച്ചാൽ ഓക്കെ റിപ്പയർ ചെയ്യുക എന്നുള്ളതല്ലാതെ ഒരു റിപ്പയർ ആയി കിടക്കുന്ന അല്ലെങ്കിൽ കംപ്ലയിൻ്റ് ആയി കിടക്കുന്ന ഒരു വണ്ടി കയ്യിരിക്കുന്ന കാശ് കൊണ്ട് കൊടുത്ത് എടുക്കാതിരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ആദ്യത്തെ 2 കാര്യം വലിയ വിഷയമില്ല, ആദ്യത്തെ 3 കാര്യം വലിയ വിഷയമില്ല. പക്ഷേ ബാക്കിയുള്ള 2 കാര്യങ്ങൾ ഇത്തിരി പ്രാധാന്യമായിട്ട് എടുക്കേണ്ട ഒരു കാര്യമാണ്. എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ അല്ലെങ്കിൽ ഇത്ര നാൾ നമുക്കിവിടെ വന്നിട്ടുള്ള വാഹനങ്ങളുടെയൊക്കെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പം നിങ്ങൾ വണ്ടി നോക്കുമ്പം നോക്കിയെടുക്കുക എന്നുള്ളത് മാത്രം പറഞ്ഞുകൊണ്ട് ഒരു മെക്കാനിക്കിനെയും കൂടി കൺസൾട്ട് ചെയ്ത് ആ മെക്കാനിക്കിനെ കൊണ്ടുപോയി കാണിച്ച് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം കൂടി മാനിച്ച് മാത്രം വാഹനം എടുക്കുക നോക്കുക എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തിയാണ് ഇന്നത്തെ ഒരു വീഡിയോ. നിങ്ങൾക്കെല്ലാം പ്രയോജനപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.